ഹായ് യൂട്യൂബ്. ഞാൻ ആരാന്ന? എന്റെ പേര് ഉത്തമൻ. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായ ഒരു അഭ്യസ്ത വിദ്യൻ. ഈ എപ്പിസോഡിൽ നമുക്ക് പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ് ആൻഡ് പാസ് ബൈ പോയിന്റർ എന്താണെന്ന് പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫംഗ്ഷൻ എഴുതുക, ഇൻറ്റിജർ ആഡ്, പിന്നെ അതിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്നു ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, ഇങ്ങനെ ഫംഗ്ഷൻ. ഇപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണേ? റിട്ടേൺ എ പ്ലസ് ബി. ജസ്റ്റ് ആഡ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് ആഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. എന്നിട്ട് ഞാൻ ഒരു പുതിയ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് എ ഈക്വൽസ് ടു 5, അതുപോലെ തന്നെ ഇൻറ്റ് ബി ഈക്വൽസ് ടു 10 എന്ന് പറഞ്ഞ് ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ ഇനി കോൾ ചെയ്യാൻ പോവാം. സ്റ്റാൻഡേർഡ് സി ഔട്ട് ആഡ്, ഞാൻ ഈ എയും ബിയും പാസ് ചെയ്യുന്നു. നമുക്കിത് സ്റ്റാൻഡേർഡ് എൻ ലൈൻ വെച്ച് പ്രിന്റ് ചെയ്യാം. അപ്പം ഞാനിത് പ്രോഗ്രാം റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം. 5 + 10 15 ഔട്ട്പുട്ട് വന്നത് കാണാം. ഓക്കെ, നമ്മളിത് നോർമലി നമ്മൾ പഠിച്ചതാണ്. ഫംഗ്ഷനിലേക്ക് നമ്മൾ വേരിയബിൾ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ ഹെഡറിനകത്ത് നമ്മൾ ഇവിടെ പുതിയ നെയിംസ് കൊടുക്കുക. ഇപ്പം എനിക്കിവിടെ എയും ബിയും തന്നെ കൊടുക്കണമെന്നില്ല. ഇപ്പം എനിക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ന്യൂ എ എന്ന് കൊടുക്കാം, അതുപോലെ തന്നെ ബിന് പകരം ന്യൂ ബി എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ന്യൂ എ, അതുപോലെ തന്നെ ഇവിടെ ന്യൂ ബി എന്നും ഞാൻ പേരിടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷനിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നതിന് പറയുന്നതാണ് പാസ് ബൈ വാല്യൂ. അതായത് നമ്മളിവിടെ പാസ് ചെയ്യുന്നത് വാല്യൂസ് ആണ്. ഇവിടെ നമ്മൾ എയും ബിയും ഡിക്ലെയർ ചെയ്തല്ലോ. അപ്പോൾ ഈ എയിലെയും ബിയിലെയും വാല്യൂ ഈ ഫംഗ്ഷനിലേക്ക് കോപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇത് കോപ്പി ചെയ്തു എന്ന് പറയുന്നതിൻ്റെ കാരണം, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ന്യൂ എയിനകത്ത് ഞാനൊരു പുതിയ ഈ വാല്യൂ മാറ്റാൻ പോവാം. ന്യൂ എയിനകത്തേക്ക് ഞാൻ 20 എന്ന് പറഞ്ഞ് ഒരു പുതിയ വാല്യൂ ഇട്ടു. ഓക്കെ, അപ്പം ന്യൂ എ ഇപ്പം 20 ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ അറിയാം 20 പ്ലസ് ഈ ന്യൂ ബിയിലേക്ക് പാസ് ചെയ്യുന്നത് 10ഉം. അപ്പോൾ 30 ആണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടേണ്ടത് അല്ലേ? നമ്മളിത് റൺ ചെയ്താൽ നമുക്ക് കാണാം 30 ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ന്യൂ എ മാറ്റുന്നു. നമുക്കറിയാം ഈ എ ആണ് ഇവിടെ ന്യൂ എ ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ഈ എയിൻ്റെ വാല്യൂയും കൂടെ ഒന്ന് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, എ ഞാൻ പ്രിന്റ് ചെയ്യുന്നു. നമുക്കിത് റൺ ചെയ്താലോ? നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം. എയിൻ്റെ വാല്യൂ മാറിയിട്ടില്ല, എയിൻ്റെ വാല്യൂ 5 തന്നെയാണ്. സോ ഇതാണ് ഈ പാസ് ബൈ വാല്യൂ ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ എ 5 എന്നുള്ള വാല്യൂ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഈ വേരിയബിളിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആണ് ഇവിടെ പാസ് ആകുന്നത്. അപ്പം ന്യൂ എയിൽ ഇവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും, ഈ ഫംഗ്ഷൻ സ്കോപ്പിനകത്ത് നമ്മൾ എന്ത് ചേഞ്ച് ഈ ന്യൂ എയിന് വരുത്തിയാലും അത് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല. നമ്മുടെ ഒറിജിനൽ മെയിൻ ഫംഗ്ഷൻ്റെ വേരിയബിൾസിനകത്തേക്ക് അത് തിരിച്ച് വരൂല. അപ്പോൾ അതുകൊണ്ടാണ് പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇവിടെ വരുത്തുന്ന ചേഞ്ചസ് നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലും പാസ് ചെയ്യാൻ പറ്റും. അതിനാണ് പാസ് ബൈ റെഫറൻസും പാസ് ബൈ പോയിന്ററൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് പാസ് ബൈ റെഫറൻസ് നോക്കാം. അപ്പോൾ പാസ് ബൈ റെഫറൻസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ആംബർസാൻഡ് സിമ്പിൾ ഇടണം. നമ്മൾ പോയിന്റേഴ്സ് ആൻഡ് റെഫറൻസസ് എപ്പിസോഡിൽ പഠിച്ചതാണ്. ആംബർസാൻഡ് സിമ്പിൾ ഇട്ടാൽ നമുക്ക് റെഫറൻസ് ആകാം. ഇവിടെ നോക്കിയേ, ഞാൻ പാസ് ചെയ്യുന്നത് ഒരു റെഫറൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു റീനെയിമിംഗ് പോലെയാണ്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ വേരിയബിളിന് ഞാൻ ഒരു പുതിയ പേരിടുന്നു. ഇവിടെ നമ്മൾ പുതിയൊരു വേറെ ന്യൂ വേരിയബിൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യല്ല, പകരം ജസ്റ്റ് ഇതേ വാല്യൂ ഇതേ വേരിയബിളിൽ തന്നെ വേറെ ഒരു പുതിയ പേരിടുന്നു. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് ഇതിനും വരണല്ലോ. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് നോക്കിയേ, ഔട്ട്പുട്ട് 30. പക്ഷെ ഇവിടെ നമുക്ക് നേരത്തെ 5 ആയിരുന്നു. പക്ഷെ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് ഈ വാല്യൂ മാറ്റുന്നതുകൊണ്ട് ഇപ്പോൾ ഈ എ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് തന്നെ? 20 തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് തന്നെ. ഇതാണ് ഈ പാസ് ബൈ റെഫറൻസും പാസ് ബൈ വാല്യൂയും തമ്മിലുള്ള വ്യത്യാസം. യൂഷ്വലി നമുക്ക് രണ്ടും നമ്മുടെ യൂസ് കേസ് അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും യൂസ് ചെയ്യുന്നത്. യൂഷ്വലി പാസ് ബൈ വാല്യൂ ഇപ്പം നമ്മുടെ ബേസിക് ടൈപ്സ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് പാസ് ബൈ വാല്യൂ വെച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് ബേസിക് ഫ്ലോട്ടോ ഇൻറ്റിജർ അങ്ങനെ ബേസിക് ഡാറ്റ ടൈപ്സ് ആണെങ്കിൽ നമുക്ക് പാസ് ബൈ വാല്യൂ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇപ്പോൾ ബിഗ്ഗർ അല്ല, ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറോ ക്ലാസ്സോ അങ്ങനത്തെ വലിയ അല്ലെങ്കിൽ അറേ അതൊക്കെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് പാസ് ബൈ റെഫറൻസ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഉള്ളതാണ് പാസ് ബൈ പോയിന്റർ. അപ്പോൾ ഈ പോയിന്റർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇത് പോയിന്റർ വേരിയബിൾ ആക്കുക. പോയിന്റർ വേരിയബിൾ ആക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ വാല്യൂ അസൈൻ ചെയ്യാൻ നമ്മൾ ഡീറെഫറൻസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ വാല്യൂ റിട്രീവ് ചെയ്യാനും ഡീറെഫറൻസ് ചെയ്യണം. പിന്നെ നമ്മളിവിടെ പോയിന്ററാണ്. അപ്പോൾ പോയിന്ററും ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പുതിയൊരു പോയിന്റർ വേരിയബിൾ ആണ് ഉണ്ടാക്കുന്നത്. സാധാ പാസ് ബൈ വാല്യൂയും പാസ് ബൈ പോയിന്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ പുതിയൊരു പോയിന്റർ ആണ് ഉപയോഗിക്കണേ. പാസ് ബൈ വാല്യൂയിലാണെങ്കിലോ ജസ്റ്റ് ഒരു പുതിയ വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോയിന്റർ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എയും ബിയും പാസ് ചെയ്യുമ്പോൾ പോയിന്ററിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എയിന്റെയും ബിന്റെയും അഡ്രസ് ആണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അഡ്രസ് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആംബർസാൻഡ് എയും ആംബർസാൻഡ് ബിയും എന്നാക്കും. ഇനി നമുക്കിത് റൺ ചെയ്താലോ?
നമ്മുടെ റെഫറൻസ് പോലെ തന്നെ ആ വാല്യൂസ് ഇവിടെയും എന്റെ വാല്യൂ മാറി. കാരണം നമ്മളിവിടെ ആ അഡ്രസ്സിനകത്തുള്ള വാല്യൂ ആണ് മാറ്റുന്നത്. നമ്മൾ ഡീറെഫറൻസ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ചെയ്യണേ, എന്റെ അഡ്രസ്സ് ഇങ്ങോട്ട് പാസ് ചെയ്തു, എന്നിട്ട് ആ അഡ്രസ്സിനകത്തുള്ള വാല്യൂ ആണ് മാറ്റുന്നത്. അപ്പൊ ഈ എന്റെ അകത്തുള്ള വാല്യൂ മാറും. അതാണ് പാസ് ബൈ പോയിന്റർ. സോ ഇതൊക്കെ തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് പറയാൻ വേണ്ടി ഈ 3 മെത്തേഡ്സും ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാനുള്ള ഓരോ ടെക്നിക്കാണ്. സോ ഇതിന്റെ ഓരോന്നിന്റെയും യൂസ് കേസ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ പാസ് ബൈ പോയിന്റർ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിന്ററിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ പുതിയൊരു വേരിയബിൾ ഉണ്ട്, ഇന്റിജർ എക്സ് ഈക്വൽസ് ടു 70 എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ന്യൂ വേയിലേക്ക് വേണമെങ്കിൽ ഈ എക്സിന്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും, റൈറ്റ്? അപ്പം ന്യൂ വേയിലേക്ക് ഞാൻ ഡയറക്റ്റ് എക്സിന്റെ അഡ്രസ്സ് കൊടുത്തു. അപ്പം ഞാൻ ഇനി ഇത് റൺ ചെയ്താൽ നമുക്കിവിടെ എന്റെ വാല്യൂ 5 തന്നെയാണ്. ഓക്കെ, പക്ഷെ ന്യൂ വേ ഇപ്പൊ പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? അഡ്രസ് ഓഫ് എക്സ്. ഇപ്പൊ ന്യൂ വേയില് ആക്ച്വലി അഡ്രസ് ഓഫ് എക്സിന്റെ ഈ 70 ആണ് ആഡ് ആവുന്നത്. അപ്പൊ 70 പ്ലസ് ഈ 10 ആണ് ആഡ് ആവുന്നത്. അപ്പോൾ 80 വരും. പക്ഷെ നമ്മുടെ ഇവിടെ നോക്കി ഈ എ അഫക്റ്റീവ് ആയിട്ടില്ല, എന്റെ അഡ്രസ്സ് പാസ് ചെയ്യുന്നതിലും. കാരണം നമ്മൾ ഇവിടെ വെച്ച് അഡ്രസ്സ് മാറ്റുന്നു. അപ്പോൾ അങ്ങനെ പോയിന്റർ വെച്ച് നമുക്ക് വേരിയബിളിനകത്തുള്ള മെമ്മറി നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ റെഫറൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ റെഫറൻസ് ആണെങ്കിൽ നമുക്ക് അറിയാം റെഫറൻസ് എന്താ ചെയ്യുന്നത്, നമ്മൾ ആ സെയിം ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ന്യൂ എ ഈക്വൽസ് ടു ഇപ്പം എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഞാനിവിടെ അഡ്രസ്സ് മാറ്റുന്നു. ഞാനിത് റൺ ചെയ്താലോ? ഇവിടെയും ഡീറെഫറൻസിങ് മാറ്റി നമ്മൾ ഇനി ഇത് റൺ ചെയ്താൽ നമുക്കിവിടെ കാണാം 80-70. അപ്പോൾ നമ്മുടെ ഇവിടെ വാല്യൂ ആണ് മാറിയുള്ളൂ. അപ്പോൾ എന്റെ വാല്യൂ ഇവിടെ 5 എന്നുള്ളത് മാറി 70 ആയി. അപ്പോൾ ഇതാണ് റെഫറൻസും പോയിന്ററും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് വാല്യൂ റെഫറൻസ് ആയിട്ട് പാസ് ബൈ റെഫറൻസും അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂവും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പോയിന്റേഴ്സ് നമ്മൾ ക്ലാസ്സസ്, സ്ട്രക്ചർ അങ്ങനത്തെ ഡാറ്റ ടൈപ്സിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഈ ചെറിയ ഡാറ്റ ടൈപ്സ് ആകുമ്പോൾ നമ്മൾ പോയിന്റർ പൊതുവേ യൂസ് ചെയ്യില്ല, പാസ് ബൈ പോയിന്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സൈസ് ഓഫ് ഉപയോഗിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ഞാനിത് പോയിന്റർ ആക്കാൻ പോകാം. റെഫറൻസ് മാറ്റി ഞാനിത് പോയിന്റർ ആക്കി, എന്നിട്ട് റെഫറൻസ് ചെയ്തു, എന്നിട്ട് ഞാനിവിടെ സൈസ് ഓഫ് ന്യൂ എ പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, പ്രിന്റ് ചെയ്യുന്നു. ഞാനിവിടെ അഡ്രസ് ഓഫ് എ ആൻഡ് അഡ്രസ് ഓഫ് ബി പാസ് ചെയ്യുന്നു. ഇനി ഞാനിത് റൺ ചെയ്താൽ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? നമുക്ക് 8, 15, 5. ഇവിടെ നോക്കിയേ 8 ആണ് സൈസ് കിട്ടിയത്. കാരണം ഞാനിപ്പോൾ റൺ ചെയ്യുന്നത് 64 ബിറ്റ് ആർക്കിടെക്ചറിലാണ്. ഓക്കെ, 64 ബിറ്റ് ആർക്കിടെക്ചറിൽ നമ്മുടെ പോയിന്ററിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 8 ബൈറ്റ് ആണ്. 8 ബൈറ്റ് മെമ്മറി വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഇന്റിജർ വേരിയബിൾ, നമുക്കറിയാം ഇന്റിജറിന്റെ ബൈറ്റ് 4 ബൈറ്റ് ഉള്ളൂ. അപ്പോൾ ഈ 4 ബൈറ്റ് ഉള്ള ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പുതിയ 8 ബൈറ്റ് പോയിന്റർ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി സൈസ് കൂടുകയാണ് ചെയ്തത്. നമുക്ക് ഒപ്റ്റിമൈസേഷൻ അത്രയ്ക്ക് ശരിയായില്ല. അപ്പോൾ നമ്മൾ 32 ബിറ്റ് ആർക്കിടെക്ചറിൽ നമ്മളിത് റൺ ചെയ്താലോ നമുക്കറിയാം നമ്മുടെ പോയിന്ററിന്റെ സൈസ് 4 ആണ് 32 ബിറ്റ് ആർക്കിടെക്ചറിൽ. അപ്പോൾ ഈ കേസിൽ നമുക്ക് വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ പക്ഷെ നമ്മൾ 64 ബിറ്റിൽ നമ്മൾ പാസ് ബൈ പോയിന്റർ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എക്സ്ട്രാ ഒരു 8 ബൈറ്റ് പോയിന്റർ ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് പാസ് ബൈ വാല്യൂ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, പാസ് ബൈ വാല്യൂ ഉപയോഗിച്ചാൽ, കാരണം 64 ബിറ്റ് ആർക്കിടെക്ചറിൽ നമുക്കറിയാം, ഞാനിവിടെ അഡ്രസ് റിമൂവ് ചെയ്തു, ഇനി റൺ ചെയ്താൽ നമുക്കറിയാം ഇവിടെ 4 ബൈറ്റ് ആണ് ഇന്റിജർ വേരിയബിൾ വരുവുള്ളൂ. സോ അതാണ് പോയിന്റർ, പാസ് ബൈ വാല്യൂം, പാസ് ബൈ റെഫറൻസ്, പാസ് ബൈ പോയിന്റർ ഓരോ കേസസ് അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നതിന്റെ കാരണം. യൂഷ്വലി പാസ് ബൈ റെഫറൻസ് ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. പക്ഷേ ഈ പാസ് ബൈ വാല്യൂ നമുക്ക് ബേസിക് ഡാറ്റ ടൈപ്സിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ പാസ് ബൈ പോയിന്റർ നമുക്കിപ്പോൾ ഇതുപോലെ മെമ്മറിയിൽ വല്ലതും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്താൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പാസ് ബൈ പോയിന്ററും ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഒരു അറേ വെച്ച് ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ അറേ വെച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്, ഇന്റിജർ ആഡ് അറേ, അല്ലെങ്കിൽ വേണ്ടാൽ സം അറേ എന്ന് പറയും. സം ഓഫ് അറേ എലിമെന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു empty ഫംഗ്ഷൻ എഴുതുന്നു. ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്യുന്നു, ഇന്റിജർ അറേ ഈക്വൽസ് ടു ഇനിഷ്യലൈസർ ലിസ്റ്റ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 1, 2, 3, 4, 5 5 എലമെന്റ്സ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്, സ്റ്റാൻഡേർഡ് സി ഔട്ട് സം ഓഫ് അറേ. ഇതിനകത്തായിട്ട് ഞാൻ നമ്മുടെ അറേ പാസ് ചെയ്യുന്നു. ഓക്കെ, അറേ പാസ് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ ഈ സം ഓഫ് അറേനകത്ത് ഇനി അറേ നമുക്ക് റിസീവ് ചെയ്യണമല്ലോ. അപ്പോൾ അറേ റിസീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഇന്റിജർ അറേ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ അറേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് കോളത്തിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യണമെന്നില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ C++ അത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഈ അറേ നമുക്ക് റിസീവ് ചെയ്തല്ലോ, നമുക്ക് സം കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനൊരു സം എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റിജർ സം ഈക്വൽസ് ടു 0. ഞാനൊരു ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നു, ഫോർ ഇൻറ്റ് I ഈക്വൽസ് ടു 0, I ലെസ് ദാൻ. നമുക്ക് ഇവിടെ സൈസ് അറിയണം. അറേയുടെ സൈസ് എത്രയാണെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളിവിടെ സൈസ് നമ്മളിവിടെ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ സൈസ് അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് ആ സൈസും കൂടെ നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് റിട്രീവ് ചെയ്യണം. അപ്പോൾ അതും കൂടെ ഞാൻ പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അറേ കോമ, നമുക്കറിയാം ഇവിടെ 5 എലമെൻറ്റ്സ്, അപ്പോൾ അറേ ഓഫ് 5. അപ്പോൾ 5 എലമെൻറ്റ്സ് ഉള്ള അറിയാണ്ട് ഞാൻ സൈസ് 5 പാസ് ചെയ്യുന്നു. എന്നിട്ട് I ലെസ് ദാൻ സൈസ് പ്ലസ് I. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ സം ആഡ് ചെയ്യുന്നു, സം പ്ലസ് ഓർ ഈക്വൽസ് ടു അറേ ഓഫ് I. ഓക്കെ, എന്നിട്ട് റിട്ടേൺ സം. ഓക്കെ, അങ്ങനെ അറേയിൽ സം കണ്ടുപിടിക്കുക. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം 15 ഔട്ട്പുട്ട് വന്ന് 1 to 5 വരെയുള്ളതിൻ്റെ സം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അറേയിൽ പാസ് ബൈ വാല്യൂ ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡയറക്റ്റ് അറേയിലുള്ള വാല്യൂസ് പാസ് ചെയ്യുന്നു. ഇപ്പം ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ നമുക്കറിയാം അറേയുടെ നെയിം എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സാണ് ഇവിടെ പാസ് ചെയ്ത് ഇവിടെ ഒരു പുതിയ അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് അതിൽ ഐറ്ററേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ വാല്യൂ റിട്രീവ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ അറേ ഓഫ് 0 ഇതിനകത്തായിട്ട് ഞാനൊരു വാല്യൂ സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ഈ 1 എന്നുള്ള വാല്യൂ മാറ്റി ഞാനൊരു 100 എന്നാക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം സം അതനുസരിച്ച് മാറും. എന്നിട്ട് ഞാൻ ഇവിടെ നമ്മുടെ അറേ ഓഫ് 0 പ്രിന്റ് ചെയ്യുന്നു. അറേ ഓഫ് 0 ഞാൻ ഇത് റൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് നോക്കിയേ 100 എന്നായി മാറി. അതെന്തുകൊണ്ടാണ്? നമ്മളിവിടെ പാസ് ബൈ വാല്യൂ ചെയ്തിട്ടും എന്തുകൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്തു? കാരണം അറേയിൽ നമ്മൾ പാസ് ചെയ്യുന്നത് അഡ്രസ്സാണ്. സോ ഇവിടെ ഈ അഡ്രസ്സിനകത്ത് വാല്യൂ ചേഞ്ച് ചെയ്താൽ അത് ഇവിടെ തിരിച്ച് നമ്മുടെ മെയിൻ ഫംഗ്ഷനിലും അത് റിഫ്ലക്റ്റ് ആവും. സോ അതാണ് അറേയും ബേസിക് ടൈപ്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി അറേയിൽ നമുക്ക് റെഫറൻസ് പാസ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ, നമുക്കറിയാം അറേ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ട്, പക്ഷേ റെഫറൻസ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു വേരിയബിളിലേക്കാണ് അത് പോയിന്റ് ചെയ്യുള്ളൂ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് ഇത് ഡിക്ലെയർ ചെയ്യാൻ നോക്കിയാൽ എന്ത് പറ്റും? എനിക്കിവിടെ എററാണ് ത്രോ ചെയ്യണം. എനിക്ക് ആക്ച്വലി ഇത് ആക്സസ് കിട്ടുന്നില്ല, കാരണം ഇതൊരു ഇപ്പോൾ ഒരു റെഫറൻസ് ആണ്, അറേ റെഫറൻസ് ആണ്. പക്ഷേ നമുക്കറിയാം റെഫറൻസ് ആയതുകൊണ്ട് തന്നെ ഈ അറേൻ്റെ ഈ ഒരു സിൻടാക്സ് ഉപയോഗിക്കാനും പറ്റുന്നില്ല. അപ്പം നമുക്കിവിടെ ആക്ച്വലി വേണ്ടത് ഒറ്റ റെഫറൻസ് വേരിയബിൾ അല്ല, പകരം ഒരു അറേയിൽ ഇത്ര എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അത്രയും റെഫറൻസസ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യണം. അറേ ഓഫ് റെഫറൻസസ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിയേർഡ് സിൻടാക്സ് ആണ്. നമ്മളിവിടെ റെഫറൻസിൻ്റെ സിമ്പിൾ ഇട്ട് റെഫറൻസ് ഓഫ് അറേ ഇങ്ങനെ ഇടണം. ഇനി നമ്മളിത് റൺ ചെയ്താൽ റെഫറൻസ് ഓഫ് അറേ ഇട്ടിട്ട് നമ്മളിവിടെ ഇതിൻ്റെ സൈസും കൂടെ സ്പെസിഫൈ ചെയ്യണം. ഇപ്പം ഞാനിവിടെ സൈസ് 5 സ്പെസിഫൈ ചെയ്തു, അന്നേരമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. സോ ഇത് ആക്ച്വലി ഒരു വിയേർഡ് സിൻടാക്സ് ആണ്. യൂഷ്വലി അറേയിൽ നമ്മൾ അങ്ങനെ റെഫറൻസ് ആയിട്ട് അങ്ങനെ പാസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അറേയിലാണ് ബെസ്റ്റ് കേസ് പാസ് ബൈ പോയിന്റർ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ എനിക്ക് ആസ്ട്രിക് സിമ്പിൾ ഇട്ട് ഞാനിതൊരു ഇൻറ്റിജർ പോയിന്റർ ആക്കി. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു അറേയും പോയിന്ററും ഭയങ്കര സിമിലർ ആണ്. അറേയുടെ നെയിം ഒരു പോയിന്റർ പോലെ തന്നെയാണ് ആക്ട് ചെയ്യണേന്ന്. അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ ARR ഓഫ് 0 ഈക്വൽസ് ടു 100 നമ്മൾ എഴുതി. ഇത് ആക്ച്വലി ഇങ്ങനെ എഴുതുന്നതിന് തുല്യം തന്നെയാണ്, ARR ഈക്വൽസ് ടു 100. ഓക്കെ, ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്തു. ഇനി നമുക്കിത് റൺ ചെയ്താലോ, സെയിം ഔട്ട്പുട്ട് തന്നെ, അതേ പോയിന്റർ വാല്യൂ തന്നെ ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്തു. ഇവിടെ ARR ഓഫ് 0 എന്ന് ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ 100 എന്ന് നമ്മൾ ഇവിടെ പോയിന്ററിൽ സെറ്റ് ചെയ്ത വാല്യൂ തന്നെ ഇവിടെ പ്രിന്റ് ചെയ്തു തന്നു. കാരണം എന്താ, നമ്മളിവിടെ അറേൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ അഡ്രസ്സ് തന്നെ ഇവിടെ വരും, ഇവിടെ പോയിന്ററിൽ അഡ്രസ്സ് വരും. എന്നിട്ട് നമ്മൾ പോയിന്റർ വെച്ചാണ് പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യണത്. അതുപോലെ പോയിന്റർ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ആക്സസും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അറേ വേഴ്സസ് പോയിന്റർ എപ്പിസോഡിൽ നമ്മളിത് കണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ അറേയുടെയൊക്കെ കേസിൽ നമുക്ക് പാസ് ബൈ പോയിന്റർ ഉപയോഗിക്കാം. ഇതാണ് പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസും പാസ് ബൈ പോയിന്ററും തമ്മിലുള്ള വ്യത്യാസം. എങ്ക പോയി പുളിച്ചിട്ടിരിക്കാൻ കഴുത എടാ വണ്ടി. Oh my God.